പതിവ് ശൈലിയിൽ ബ്ലാക്ക്മെയിൽ തന്ത്രമാണ് PV അൻവർ വീണ്ടും പയറ്റുന്നത്. തന്റെ UDF പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്ന് വരുത്തി തീർക്കാനാണ് അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. നിലമ്പൂരിൽ മറ്റു വഴികളില്ലെങ്കിൽ മത്സരിക്കുമെന്നും അൻവർ പറഞ്ഞു. രാവിലെ വിളിച്ചു ചേർന്ന വാർത്താ സമ്മേളനത്തിലുടനീളം പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരെ നിരവധി ഒളിയമ്പുകളാണ് അൻവർ തൊടുത്തുവിട്ടത്. ബസിന്റെ വാതിൽ പടിയിൽ ക്ലീനർക്കൊപ്പം യാത്ര ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടും അതുപോലും പൊതുസമൂഹത്തോട് UDF പറയുന്നില്ലെന്നാണ് അൻവറിന്റെ പരാതി. കെ സുധാകരൻ ഇവിടെ വന്ന് കണ്ടു. രമേശ് ചെന്നിത്തല നിരന്തരം സംസാരിക്കുന്നുമുണ്ട്. താൻ ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ UDF തന്നെ ദയാവധത്തിന് വിട്ട സ്ഥിതിയാണെന്നും തന്നെ വസ്ത്രാക്ഷേപം നടത്തി ചെളിവാരി എറിയുന്ന അവസ്ഥയാണിതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് താനും തന്റെ പാർട്ടിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. കോൺഗ്രസിനോട് പൂർണ്ണമായി സഹകരിച്ചതെന്ന മിൻഹാജിനോട് നന്ദി പറയാനുള്ള മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചില്ല. അതെല്ലാം കണ്ടില്ലെന്ന് വെച്ചു. പിണറായി ഭരണത്തിന്റെ അന്ത്യം കാണുക എന്ന ലക്ഷ്യത്തിനായാണ് പ്രവർത്തിച്ചത്. ഷൗക്കത്തിനോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നിലമ്പൂരിൽ UDFന് വോട്ട് നഷ്ടമാകാതിരിക്കാനാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചതെന്നും അൻവർ പറഞ്ഞു. തനിക്ക് അധികാരത്തോട് കൊതിയില്ലെന്ന് അൻവർ പറയുന്നു. അതിനാലാണ് താൻ അധികാരങ്ങളെയെല്ലാം ഉപേക്ഷിച്ചത്. തന്റെ ജീവന് പോലും ഇപ്പോൾ സംരക്ഷണമില്ല, സ്റ്റാഫുകളില്ല. തന്നെ ധിക്കാരിയെന്നും അധിക പ്രസംഗിയെന്നും വിളിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അധിക പ്രസംഗിയാകുന്നത് എങ്ങനെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് UDF ചെയ്യുന്നതെന്നും ഇനി ആരുടെയും കാല് പിടിക്കാനില്ലെന്നും PV അൻവർ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചത്. ഇതെല്ലാം അധിക പ്രസംഗമാണെങ്കിൽ അത് പറയേണ്ടി വരുമെന്ന് വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറഞ്ഞു. ഗൂഡല്ലൂരിൽ തൃണമൂൽ കോൺഗ്രസും ഒരുമിച്ചാണ് നിൽക്കുന്നത്. പിന്നെ ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളത് എന്ത് ന്യായമാണ്? കുന്തമംഗലത്തെ പ്രവാസി സംഘടന വരെ UDFന്റെ ഘടകകക്ഷിയാണ്. അത് ആർക്കെങ്കിലും അറിയുമോ എന്ന് അൻവർ ചോദിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയെന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചു. നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചാൽ പ്രചാരണത്തിന് മമതാ ബാനർജി എത്തും. 10 മന്ത്രിമാരെ വിട്ടുതരാമെന്നും അറിയിച്ചു. അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ലക്ഷ്യത്തിന്റെ പുറമെ ആയതുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് അൻവർ വ്യക്തമാക്കി. VD സതീഷിനെ 1-2 പേർ കുഴിയിൽ ചാടിക്കുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണമായും തെറ്റുകാരനാണെന്ന് പറയില്ല. KC വേണുഗോപാലുമായി സംസാരിച്ചിട്ടും സമവായമില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് താനില്ലെന്നും മത്സരിക്കുന്ന കാര്യത്തിൽ 2 ദിവസത്തിനു ശേഷം തീരുമാനം പറയാമെന്നും അൻവർ അറിയിച്ചു. അതേസമയം അൻവറിന്റെ പ്രതികരണത്തിൽ കോൺഗ്രസിൽ കടുത്ത എതിർപ്പുണ്ടാകും. അൻവറുമായി ഇനി സഹകരണമേ വേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അൻവർ തിരുത്തിയാൽ കൊള്ളാമെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. അൻവറിന്റെ പിന്നാലെ നടക്കേണ്ടെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിക്കുന്നത്. കഷ്ടപ്പെട്ട് അനുനയിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറയുന്നു.